ഇപ്പം ഈ ആത്മീയ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുക. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സുഖമാണ്. അതാണിപ്പോൾ ടോമ് പറഞ്ഞ ഡാൻസും പാട്ടും ഒക്കെ അതിൽ ലയിച്ചു പോകുന്നു നമ്മൾ. ഞാൻ 10-27 കൊല്ലമായില്ലേ, 1-2 കൊല്ലമൊന്നുമില്ലല്ലോ. ഇത് വല്ലാത്തൊരു അനുഭവമാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്ത് അങ്ങനെ പല ഗുരുനാഥന്മാരുണ്ട്. ഇപ്പോൾ ഗുരു നാനാക്ക് സിക്കിൻ്റെ, ചട്ടമ്പി സ്വാമി അല്ലേ, കടമറ്റത്ത് കത്തനാർ, ഇവരൊക്കെ ഒരു സമുദായത്തിലുണ്ടായതാണെങ്കിൽ അവർ വേറൊരു ലൈനാണ്. മനസ്സിലായ? അവർ ജനങ്ങൾക്ക്, ചരാചരങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവരുടെ വേദനകൾ മാറ്റുകയും ചെയ്തവരാ. അന്ന് ഇതിൽ രണ്ടുമില്ലേ. മറ്റതുകൊണ്ട് ജനങ്ങളെ അടങ്ങിയറാക്കുന്ന പണ്ഡിതന്മാരും ഇല്ലേ, ആത്മീയക്കാരും ഇല്ലേ, കച്ചവടക്കാരില്ലേ, ഇല്ലേ? ഉണ്ട്. എല്ലാ സമുദായത്തിലും ഉണ്ട്. എല്ലാ സമുദായത്തിലും നല്ലവരും ഉണ്ട്, ഇല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ പറഞ്ഞ കണ്ടില്ലേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കും യുദ്ധം. പലസ്തീൻ്റെ കൊടിയെടുത്തിട്ട് അദ്ദേഹം കാണിച്ച്, അദ്ദേഹം വേദനിക്കുന്നുണ്ട്. അത്ര ഉന്നതിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം വേദനിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേദനയാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? അല്ലാതെ അദ്ദേഹം ഒരു സമുദായത്തിന് ഒരാൾക്ക് സപ്പോർട്ട് ചെയ്തല്ല പറഞ്ഞത്. യുദ്ധം കൊണ്ടെന്താ മാനവരാശിക്ക് എന്താ ഗുണം? ഒരു ഗുണമില്ല. അതൊക്കെ തന്നെ എല്ലാവരോടും പറയാനുള്ളത്. അപ്പം അങ്ങനെ പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. നമ്മുടെ കൂട്ടുകാരൊക്കെ കൂടിയപ്പോൾ ഒരു സന്തോഷം. അപ്പം എല്ലാവരും പറഞ്ഞു 1-2 പാട്ടൊക്കെ പാട്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പാടുകയൊക്കെ ചെയ്യും. ഇപ്പൊ ഈ റഹ്മാനൊക്കെ ആ ലൈന, സൂഫി ലൈന, അദ്ദേഹത്തിന് ഇങ്ങനെ പാട്ട് കിട്ടി. ഗുരുനാഥന്മാർ തന്നെ ഇങ്ങനെ പാട്ടുകൾ കൊടുക്കും. അപ്പോൾ അതൊക്കെ അവർ മ്യൂസിക്കോട് കൂടി തന്നെ കൊടുക്കും. പിന്നെ ഇദ്ദേഹം മ്യൂസിക് ഇട്ടാൽ മതി. പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ത്യയിൽ പല ഭാഗത്തും ഒക്കെ ഉണ്ട്. തീർച്ചയായും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആത്മീയപരമായിട്ട് ആ ഒരു ലോകം ഒരു പ്രത്യേക ലോകമാണ്. സാധുക്കളെ ഒരുപാട് കാണാം, പാവങ്ങളെ കാണാം, മനുഷ്യരെ അറിയാം, മനുഷ്യരെ സഹായിക്കാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടുവന്ന് തരും. ടോമിന് എന്നെ സഹായിക്കാൻ പറ്റുന്നത്, ഞാൻ ഒരു ദരിദ്രനാണ്, ഒരു മിസ്കീനാണ്, അറബിൽ മിസ്കീൻ അല്ലെങ്കിൽ ഫക്കീർ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് തന്നെ ദൈവം. യഥാർത്ഥത്തിൽ ശരിക്കും വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കേണ്ടത്. അല്ല ഞാനിപ്പോൾ മട്ടൻ ബിരിയാണിയൊക്കെ തിന്നിരുന്ന് ടോം കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു ചായ മേടിച്ച് തന്നാൽ എനിക്ക് അതിന് വില ഉണ്ടാവില്ല. ശരിക്കും ദാഹിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ അതിന് വില ഉണ്ടാവൂലേ? തീർച്ചയായും ഉണ്ടാവും. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ നല്ല വിശപ്പാണെങ്കിൽ എന്തെങ്കിലും കറി മതി, അല്ലെങ്കിൽ ഭാര്യക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല, അത് കൊള്ളൂല, ഇത് കൊള്ളൂല. എന്താ? നമുക്ക് ആവശ്യമില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം.